കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ബാലരാമപുരത്ത് 2025 ജാനുവരി 30 നടന്നിട്ടുള്ള ഒരു സംഭവമാണിത്. ഈ ജസ്റ്റ് കഴിഞ്ഞ മാസമാണ് കോടതി പ്രതികൾക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി ശിക്ഷ നടപ്പാക്കിയത്. അതായത് സ്വന്തം അമ്മാവൻ 2 വയസ്സുള്ള നന്ദന എന്ന് പറയുന്ന പെൺകുട്ടി കിടന്നുറങ്ങുമ്പോൾ അവളെ വീടിന്റെ തൊട്ടടുത്തുള്ള കിണറ്റിൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞു കൊന്നു. മരിച്ച 2 വയസ്സുകാരിയായിട്ടുള്ള നന്ദനയുടെ അമ്മ ശ്രീതുവും അവരുടെ സഹോദരൻ രാഹുലും തമ്മിൽ വഴിവിട്ട ബന്ധമായിരുന്നു. വഴിവിട്ട ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്. 2 വയസ്സായിട്ടുള്ള കുഞ്ഞിനെ കിണറ്റിൽ ഇട്ട് കൊന്നുകളയേണ്ട ഒരു ആവശ്യം എന്താ ഉണ്ടായിരുന്നത്? അതിന് മുമ്പ് തന്നെ അവർക്ക് വീട്ടുകാരോട് പറയാമായിരുന്നില്ലേ, അമ്മേ അച്ഛ ഞാനും രാഹുലും തമ്മിൽ പ്രണയത്തിലാണ്, ഞങ്ങൾക്ക് പിരിയാൻ കഴിയില്ല, നിങ്ങൾ വേറെ കല്യാണ ആലോചന ഒന്നും ഞങ്ങൾക്ക് നോക്കണ്ട, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ പോരായിരുന്നില്ലേ? ഈ കക്ഷിയെ കോടതി എന്തായാലും ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന കാര്യമാണ് ശരി, ഇന്ന കാര്യം തെറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല. അത് ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ശരിയും തെറ്റുള്ളത്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തെറ്റാകും, എന്നാൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും എനിക്കും തെറ്റാകും. ഇന്ത്യയിൽ ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും മറ്റൊരു സ്ഥലത്ത് വേറൊരു കൺട്രിയിൽ തെറ്റായിരിക്കും. വേറെ ഒരു കൺട്രിയിൽ തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ശരിയുമായിരിക്കാം. അപ്പം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ആളുകളോട് ഇന്ന ആളുകളെ സ്നേഹിക്കാൻ പാടും, ഇന്ന ആളുകളെ സ്നേഹിക്കരുത് എന്നുള്ള കാര്യം. പക്ഷെ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് സ്വന്തം ബ്ലഡ് റിലേഷൻഷിപ്പിൽ നിന്നും വിവാഹം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരം കുട്ടികൾക്ക് ജനറ്റിക് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ബുദ്ധിമാന്ദ്യം ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം സയന്റിഫിക് ആയിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഒരേ അച്ഛന് ജനിച്ചിട്ടുള്ള കുട്ടികളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള അമ്മാവി ഇത്രമായിട്ടൊന്നും വിവാഹം കഴിപ്പിക്കാത്തത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമൂഹത്തിൽ ഇന്ന ആളുകളെ വിവാഹം കഴിക്കാവൂ, ഇന്ന ആളുകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. നമുക്കിപ്പോൾ ഒരാളോട് സ്നേഹം തോന്നുന്നത് അല്ലെങ്കിൽ ഒരാളോട് പ്രണയം തോന്നുന്നത് തെറ്റാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയുകയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു അറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് പല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നോളും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു സ്വന്തം സഹോദരനോടൊക്കെ പ്രണയം തോന്നുന്നു എന്നുള്ളത്. ഓക്കെ, എന്തായാലും കോടതി ജീവപര്യന്തം രാഹുലിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ രാഹുൽ പറഞ്ഞത് കോടതിയോട് അമ്മയായിട്ടുള്ള ശ്രീതുവിൻ്റെയും മൗനാനുവാദം ഉണ്ടായിരുന്നു കുഞ്ഞിനെ കൊന്നുകളയുന്നതിന് വേണ്ടിയിട്ട് എന്നായിരുന്നു.